ഹായ് ചങ്ങാതിമാരെ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോറം ഇതാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയെന്ന് കരുതുന്നു. ഇനി പലർക്കും താമസമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതെങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇപ്പം എൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പഴയ ഫോട്ടോ ആയതുകൊണ്ട് അപ്ഡേറ്റ് എന്നോളം ഒരു പുതിയ ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ എൻ്റെ ബയോഡാറ്റ ഫുള്ള്, വോട്ടറിൻ്റെ പേരും ക്രമ നമ്പരും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 കോളമായിട്ടാണ് ഈ ഫോം വരുന്നത്. നമ്മൾ നിയമസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സംഗതി കിട്ടും. 3 ഫോമായിട്ടാണ്. നമ്മൾ ആദ്യം തന്നെ എഴുതുമ്പോൾ ഒരു കാരണവശാലും തെറ്റ് വരരുത്. അതുകൊണ്ട് ആദ്യം പെൻസിൽ എഴുതിയാൽ നമുക്ക് മായ്ക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെ പെൻസിൽ എഴുതിയതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഏതെങ്കിലും കാരണവശാലും തെറ്റ് വന്നാൽ, കാരണം അത് തിരുത്തൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റ് വരാത്ത രീതിയിൽ പെൻസിൽ വെച്ച് എഴുതിയിട്ട് തെറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ എഴുതാം. അതെങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ്. കാരണം 3 കോളമായിട്ടാണ്, എ ബി സി എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. ആദ്യം തന്നെ എ എന്ന കോളത്തിൽ 2025, അത് നമ്മുടെ ഏറ്റവും പുതിയത്. ആദ്യം തന്നെ ജനനത്തീയതിയാണ്. അപ്പൊ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ആരാണോ അവരുടെ ജനനത്തീയതി, അങ്ങനെ ഞാൻ എൻ്റെ കൊടുത്തു. അതിനുശേഷം തൊട്ട് താഴെ ആധാർ കാർഡ്. നമ്മുടെ എല്ലാ കയ്യിലും ആധാർ കാർഡ് ഉണ്ട്. അതിൽ ആധാർ നമ്പർ, ആ 12 ഡിജിറ്റ് നമ്പർ എഴുതുക. അതിനുശേഷം മൊബൈൽ നമ്പർ എഴുതുക. അതിന് പിതാവിന്റെ പേര്, എൻ്റെ പിതാവിന്റെ പേര് എഴുതുക. അതിന്റെ എപ്പിക് നമ്പർ എഴുതുക. കാരണം നമ്മുടെ വോട്ടർ ഐഡിന്റെ മുകളിൽ TTD എന്ന രീതിയിലുണ്ട്, അത് എഴുതുക. അതിനുശേഷം മാതാവിന്റെ പേര് അതുപോലെ എഴുതുക. പിന്നെ പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയുടെ എപ്പിക് നമ്പർ എഴുതുക. അതുപോലെയാണ്. അതുപോലെ പിന്നെ ഉള്ളത് 2002, ഞാൻ 2002 ഇല്ലാത്തതുകൊണ്ട് ഈ കോളത്തിൽ എഴുതണ്ട. പിന്നെ 2002 ഉള്ള ഒരാളുടെ ബന്ധം സൂചിപ്പിക്കുന്നതാണ് ഈ രീതിയിൽ. ആ മുൻ കേരളത്തിൽ അവസാന SIRന്റെ പേര് നൽകിയ വോട്ടറുടെ ബന്ധുവിന്റെ വിവരങ്ങൾ അങ്ങനെ കൊടുത്തതിന് ശേഷം, കാരണം എൻ്റെ പിതാവാണെങ്കിൽ പിതാവിന്റെ പേര് എഴുതുക, പിതാവിന്റെ പഴയ എപ്പിക് നമ്പർ അത് എഴുതുക. അതിനുശേഷം ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം ആരാന്ന് വെച്ചാൽ ബന്ധു, പഴയ വോട്ടർ ID എടുത്താൽ അതിൽ കാണാം ബന്ധു ആരാണോ പിതാവിന്റെ പിതാവ്, അത് എഴുതുക. അതാണ് ബന്ധം സൂചിപ്പിക്കുന്നത്. പിന്നെ പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവ്, ജില്ല, കേരളം, പൂഞ്ഞാറ്, ആ രീതിയിൽ എഴുതുക. അതുപോലെ തന്നെ പിന്നെ ഉള്ള നിയമസഭാ മണ്ഡലത്തിന് നമ്പർ ഉണ്ട്. അതുപോലെ പുതിയ നമ്പരും ഉണ്ട്, പഴയ നമ്പർ. ഇത് 2002 ആണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതുന്നത്. അതുപോലെ ഭാഗം നമ്പർ, ആ പഴയ വോട്ടർ ID ആദ്യം തന്നെ എല്ലാം ഉണ്ട്. അതുപോലെ ക്രമ നമ്പർ. ഇനി അതല്ല 2002 ആളാണെങ്കിൽ അവരുടെ SIR രേഖപ്പെടുത്തിയ ഡീറ്റെയിൽസ് കൊടുക്കുക. വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ, ബന്ധുവിന്റെ പേര്, ബന്ധം, ജില്ല, സംസ്ഥാനം, നിയമസഭാ മണ്ഡലം. അതുപോലെ അതിന്റെ താഴെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ പഴയ രീതിയിലുള്ള കൊടുക്കണം. ഒരു കാരണവശാലും തെറ്റെഴുതാൻ ശേഷം നമ്മുടെ ഒപ്പ്, BLOയുടെ ഒപ്പ്. അങ്ങനെയാണ് ഇത്. അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റ് വരാതിരിക്കണമെങ്കിൽ ആദ്യം പെൻസിൽ എഴുതുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ മായ്ക്കാൻ സൗകര്യമുണ്ട്. അതല്ല നേരെ തിരിച്ച് പേനയിൽ എഴുതുകയാണെങ്കിൽ തെറ്റ് വന്നാൽ തിരുത്താൻ പറ്റില്ല. അതാണ് നമ്മൾ ആർക്കും നിസ്സാരമായിട്ട് പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു എന്യൂമറേഷൻ ഫോറമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.